നമ്മുടെ ഏറ്റവും വലിയ എക്സ്പ്രഷനാണ്, നമ്മുടെ എക്സ്പ്രഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്രഷനാണ് സിനിമ. ആ എക്സ്പ്രഷൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഡിക്ലറേഷനാണ്. സ്വാതന്ത്ര്യമില്ലാതെ സിനിമ നടക്കില്ല. അപ്പോൾ സിനിമകളെ ചിക്കൻ, മട്ടൺ, ബീഫ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പറയുകയാണ്. അത് ഏതോ IND-യിലെ ക്ലർക്കുമാരുടെ കയ്യിൽ നമ്മൾ സിനിമ ഏൽപ്പിച്ച് അവർ പറയുന്നതനുസരിച്ച് സിനിമ കാണിക്കണം, സിനിമ ചെയ്യണം, സിനിമ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വപ്നങ്ങളെ കർട്ടയിൽ ചെയ്യുന്നത്, അതിനെ സെൻസർ ചെയ്യാൻ പുതിയൊരു സെൻസർ ബോർഡ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വരും. നമ്മൾ സ്വപ്നം കാണാൻ നമുക്ക് ആരുടെയും അനുവാദമൊന്നും വേണ്ട. സിനിമ ചെയ്യാനും ഒരു സെൻസർ ബോർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു തമാശ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും സിനിമ ചെയ്യാനും വാസ്തവത്തിൽ ആരുടെയും അനുവാദം വേണ്ട. നമ്മുടെ മാത്രം അനുവാദം, നമ്മുടെ മനസ്സിൻ്റെ അനുവാദം. അപ്പോൾ ആ സിനിമകൾ അവസാനം കാണിക്കാനായി നമ്മളൊരു ഫെസ്റ്റിവൽ നടത്തുമ്പോൾ ആ ഫെസ്റ്റിവലിൽ ഇന്ന സിനിമകൾ പാടില്ല എന്ന് ഒരു ഡിക്ലറേഷൻ വരുമ്പോൾ, ഇന്നലെ തന്നെ ഞങ്ങൾ അതിനോട് റിയാക്ട് ചെയ്തതാണ്. ബാറ്റിൽഷിപ്പ് പോടമിക്കൻ പോലൊരു സിനിമ തടയുന്നതിലൂടെ സിനിമയെ മൊത്തമായിട്ട് നമ്മൾ തടയുകയാണ്. ആ സിനിമ കാണിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് സിനിമയ്ക്ക് നിലനിൽപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ഓഫ് ദ ഫർണീസ് കാണിക്കാൻ പറ്റാത്ത സ്ഥലത്ത് സിനിമയ്ക്ക് നിലനിൽപ്പുണ്ടാവില്ല. ആ തരം സിനിമകളൊന്നും പാടില്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട IND മിനിസ്ട്രി നമ്മളോട് പറയുന്നത്. പക്ഷേ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ശ്രീ ഘോഷ്, അതെ, ഗൗതം ഘോഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൗതം ഘോഷ് കൽക്കട്ട ഫെസ്റ്റിവലിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു. അപ്പോൾ തൊട്ട് മുമ്പാണ് കൽക്കട്ട ഫെസ്റ്റിവൽ കഴിഞ്ഞത്, കൊൽക്കത്ത ഫെസ്റ്റിവൽ. അവിടേക്കും ഇതേപോലെ ചില സിനിമകൾ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്, കൊൽക്കത്ത അല്ലെങ്കിൽ ബംഗാളിലെ ഗവൺമെൻറ്, മമതാ ബാനർജിയുടെ ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുകയും എല്ലാ പടങ്ങളും കാണിക്കുകയും ചെയ്തുവെന്ന് ഗൗതം ഘോഷ് ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഇന്നലെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മമതാ ബാനർജി ചെയ്തത് പിണറായി വിജയൻ സർക്കാരും ചെയ്യണം എന്ന് ഇന്നലെ ഞങ്ങൾ പറയുണ്ടായി. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിരിക്കുന്നു, സഖാവ് പിണറായി വിജയൻ എല്ലാ സിനിമകളും ഞങ്ങൾ എല്ലാ തരത്തിലും കാണിക്കും എന്ന് വ്യക്തമായി നമ്മൾ അറിയിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വെച്ചാണ് പ്രൊട്ടസ്റ്റ് വെച്ചത്. പക്ഷെ പ്രൊട്ടസ്റ്റ് ഇനി ഭാവിയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലാക്കണം. കാരണം നമുക്ക് വളരെ വ്യക്തമായി നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു നമ്മൾക്ക് എല്ലാ സിനിമകളും കാണിക്കാം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ പ്രൊട്ടസ്റ്റിനെ പെട്ടെന്നൊന്ന് പുറകോട്ട് പോയ പോലെ ഉണ്ട്. കാരണം വെച്ചാൽ ഇറ്റ്സ് ഓൾറെഡി ബീൻ ഡൺ ബൈ അവർ റെസ്പെക്റ്റഡ് ചീഫ് മിനിസ്റ്റർ. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു സോളിഡാരിറ്റിയുടെ കൂടെ എന്നും ഉണ്ടാവും എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. സംസാരിക്കും സാർ. ഈ ടോപ്പിനോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കേണ്ടത്, നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ IFFK-യുടെ എന്താ പറയുക, പൊളിറ്റിക്സുമായി ചേർന്ന് പോകാത്ത സിനിമകൾ പോലും ഇവിടെ പ്രദർശിപ്പിച്ച് നമ്മൾ അങ്ങനെ ഒരു സ്പേസ് ആയിട്ടായിരുന്നു നമ്മൾ IFFK കാണുന്നത്. ആ IFFK-യിലാണ് ഇത്തരത്തിലൊരു ഭരണകൂടത്തിൻ്റെ ശക്തി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കൂടി എങ്ങനെ നോക്കിക്കാണുന്നു? എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 94-ലാണ് IFFK ആരംഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം 95-ൽ അന്ന് PK നായരായിരുന്നു ഫെസ്റ്റിവൽ ഡയറക്ടർ. അദ്ദേഹം കൂടി വിഭാവനം ചെയ്തതാണ് ഈ തേർഡ് വേൾഡ് കൺട്രീസ് ഉള്ള സിനിമകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം നമ്മുടെ IFFK എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ IFFK-ക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു എയിം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർജിനലൈസ് ചെയ്തിട്ടുള്ള മനുഷ്യരെയും ആ മനുഷ്യർ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളുടെയും സിനിമകളെ ഇവിടെ പ്രദർശിപ്പിക്കാവുന്നതാണ്. അതിന് നമുക്കൊരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ ലക്ഷ്യം തന്നെയാണ് ഇത്രയും വർഷങ്ങളായിട്ട് IFFK ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച മേളകളിലൊന്നാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ട് വരികയായിരുന്നു. ഇതിനു മുമ്പുള്ള ഒരു സർക്കാരുകളും അതിലിടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ IND മിനിസ്റ്റർ അവിടെ നിന്നുള്ള പെർമിഷൻ വേണമെന്നുള്ളത് ശരിക്കും പറഞ്ഞെങ്കിൽ സാങ്കേതികത മാത്രമാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയിൽ പ്രദർശന യോഗ്യമാണെന്നുള്ളത് നോക്കുന്നത് അതിൻ്റെ അകത്തുള്ള പൊളിറ്റിക്സോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ നാഷണാലിറ്റിക്ക്, അതായത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ടോ, രാജ്യവിരുദ്ധമായ എന്തെങ്കിലും സംഭവിക്കുക. ഇപ്പോഴത്തെ രാജ്യവിരുദ്ധം കേട്ടത് ഇൻവെർട്ടർ കോമയാണ്, മനസ്സിലായില്ല, തെറ്റിദ്ധരിക്കരുത്.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് INB മിനിസ്ട്രി ആവശ്യപ്പെടുന്നതും അതനുസരിച്ചാണ് നമ്മളോടൊന്ന് സിനോപ്സിസ് അയച്ചു കൊടുക്കും, സിനിമയുടെ ലിസ്റ്റ് അയച്ചു കൊടുക്കും. സാധാരണ നിലക്ക് ഒരു സിനിമയും പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് മുൻകാലങ്ങളിലൊന്നും പ്രശ്നമുണ്ടായിട്ടില്ല. പക്ഷെ സമീപ ഭാവിയിൽ കുറച്ച് കാലമായിട്ട് എല്ലാ വർഷവും ഇതുപോലെ ബാൻ ചെയ്യണം, ചില സിനിമകൾ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് മെയിൽ വരാറുണ്ട്. മെയിൽ വരാതിരുന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടല്ല ഈ ബാൻ, പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ അന്ന് ചെറുതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും സിനോപ്സിസ് അയക്കും, അവരുമായിട്ട് വീണ്ടും മെയിലിൽ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ അന്ന് നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് ഇതുവരെയുള്ള ഫെസ്റ്റിവലുകൾക്കൊക്കെ. അതിന് വിരുദ്ധമായിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ IDSFK സമയത്താണ്, ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ സമയത്ത് ഇതുപോലെ പല സിനിമകളും നിരോധിച്ചിട്ടുണ്ട്. അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒന്ന് ആനന്ദ് പടവർദ്ധൻ്റെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കോടതിയിൽ പോയിട്ട് പെർമിഷൻ വാങ്ങിച്ചു വന്നിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീർ, പിന്നെ രോഹിത് വെമുലയെ കുറിച്ചുള്ള സിനിമ, അതുപോലെ തന്നെ JNUവിലെ പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ, ഈ 3 സിനിമയും പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്യുമെൻ്റ്. അത് കോടതിയിൽ നിന്ന് അവസാനം ആ പെർമിഷൻ കിട്ടിയ, പക്ഷേ അപ്പോഴേക്കും ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് വേദികളിൽ എല്ലാ ക്യാമ്പസുകളിലും ആ സിനിമകൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മുൻകാലങ്ങളിലും അവരുടെ ഈ പറയുന്ന മാതിരി ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഒരു പിടുത്തം നമ്മുടെ ഫെസ്റ്റിവലുകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഇത് അപ്രതീക്ഷിതമാണ്, ഇത്രയും സിനിമകൾ ഒരുമിച്ച് പ്രദർശനാനുമതി നിഷേധിക്കുന്നത്. അതിന് പറയുന്നൊരു കാരണമായിട്ട് അവർ പറഞ്ഞതല്ലേ INB, ഇന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ വിഖ്യാതനായിട്ടുള്ള ഒരു ഫിലിം മേക്കർ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സാധനം അയക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. അത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇവിടെ നിന്ന് അങ്ങനെ അയക്കാൻ ലേറ്റ് ആവാറില്ല. ചലച്ചിത്ര അക്കാദമി അങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ഒരു പ്രൊസീജിയർ ഉണ്ട്, അതനുസരിച്ച് അവർ അയക്കാറുണ്ട്. കാരണം സെലക്ഷൻ ഓരോ മലയാള സിനിമ, ഇന്ത്യൻ സിനിമ, ഇന്റർനാഷണൽ സിനിമകളൊക്കെ സെലക്ട് ചെയ്ത് ആ കോമ്പറ്റീഷനൊക്കെ സെലക്ട് ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് അയക്കണമെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ്സ് കഴിയണം. അതിന് മുമ്പ് എടുത്തിട്ട് അയക്കാൻ പറ്റില്ല. പിന്നെ ഈ വർഷം ഇറങ്ങിയിട്ടുള്ള മികച്ച സിനിമകൾ, ഇപ്പോൾ ക്യാൻസൽ അവാർഡൊക്കെ അവതരിപ്പിച്ച തിയേറ്ററിൽ അവാർഡ് കിട്ടിയ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫിലിം മേക്കർക്ക് ആയിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു, മെയിൽ അയക്കും. ബന്ധപ്പെട്ടതിന് ശേഷം ഫിലിം മേക്കർ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് അയക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും. അവരുടെ കൺസെൻറ്റ് വാങ്ങിച്ച് അവരുടെയും കൂടി മെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഇത് കിട്ടുള്ളൂ, പ്രദർശിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിലേ ആണ് സത്യത്തിൽ ഇത് വരുന്നത്, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാരണം അവരുടെ കൺസെൻറ്റ് അത് റിട്ടേൺ